വയനാട് കേണിച്ചിറയിൽ വിറപ്പിച്ച കടുവ കൂട്ടിലായി. ഇന്നലെ രാത്രി 10:50ഓടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ സുൽത്താൻ ബത്തേരി പച്ചാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കേണിച്ചിറയിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. 3 ദിവസമായി കേണിച്ചിറ എടക്കാട് മേഖലയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായിരിക്കുന്നു. 10:50ഓടെയാണ് കടുവ കൂട്ടിലായത്. ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് പശുവിനെ ആക്രമിച്ചു കൊന്ന സാബുവിന്റെ വീടിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ കൂടുതൽ പരിശോധനകൾക്കും മറ്റ് തുടർ നടപടികൾ തീരുമാനിക്കാനുമൊക്കെയായി രാത്രി തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാര്യങ്ങൾ നാളത്തെയോടെ കടുവയെ എന്ത് ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കൂ എന്നാണ് സൗത്ത് വയനാട് DFO അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തെ അതിൻ്റെ ആക്ഷൻസ് നമുക്ക് നോക്കിയ സമയത്ത് തന്നെ അത് ഈ ഭാഗത്തിന് ഉണ്ടാവുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക്, കാരണം മഴ പെയ്തത് കൊണ്ടും ഡാർക്ക്നെസ് വരുന്നതുകൊണ്ടും നമുക്ക് കിട്ടിയ പെർമിഷൻ ഡാർട്ടിംഗ് ആയിരുന്നു. മാറിയെങ്കിലും കൃത്യമായിട്ട് എല്ലാ വീടുകളിലും നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് ലൈറ്റ് ഇടണം എന്നുള്ള കാര്യങ്ങൾ. കാവലുണ്ടായിരുന്നു. ഈ വീട്ടിലും നമുക്ക് സ്റ്റാഫ് ഇവിടെ കാവലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ എവിടെയും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അവസാനം രക്ഷയില്ലാത്തതുകൊണ്ട് നേരത്തെ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് വന്ന് വീഴാനുള്ളൊരു ചാൻസ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനുണ്ട് കൃത്യം 10:50 തന്നെ കടുവ കൂട്ടിലാവുകയും നമുക്ക് എളുപ്പം ഏതാണ്ട് ലിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രദേശവാസികളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ ആശങ്കകൾക്ക് വിരാമമാവുകയാണ്. ഞങ്ങളുടെയൊക്കെ ഭീതിയിൽ കണ്ട ഈ മിനിഞ്ഞാന്നൊക്കെ കണ്ട കടുവ തന്നെയാണ് ഇപ്പം ഞങ്ങൾ നേരിട്ട് ലൈവായി കണ്ടു. കുഴപ്പമില്ല, അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. എന്തായാലും നാളെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തായാലും ഇനി ഇങ്ങനൊരു ദുരവസ്ഥ ഇവിടുത്തെ ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ള. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മളെടുത്ത തീരുമാനം ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളെടുത്ത ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകളുടെ ഇടപെടലോടുകൂടി ഇന്ന് നമുക്ക് കൃത്യമായി 2 മണിക്ക് തന്നെ നമുക്ക് നമ്മുടെ ഓർഡർ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഓർഡറിൽ വന്നതിനൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രേസ് ചെയ്ത മേഖലയിൽ തന്നെ കടുവ വന്ന് വീഴുകയും കടുവയെ നമുക്ക് കൂട്ടിലാക്കാൻ കഴിയുകയും ചെയ്തു. അത് വളരെ വിജയകരമായ, എന്തായാലും ഒന്നും പറയാനില്ല, വളരെ കൃത്യമായ ഒരു കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ടോ. പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും ആശ്വാസമായില്ലേ? ആശ്വാസമായി. 3-4 ദിവസമായി ചെറിയ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഭീതിക്ക് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ രാത്രിയിലാണെങ്കിൽ പോലും വളരെയധികം ഒരു സമാധാനം തോന്നുന്നു. ഇന്നലത്തെ അനിഷ്ട സംഭവങ്ങളും ഇന്നത്തെ സമരവും കാര്യങ്ങളും എന്തായാലും വളരെ അധികം ആശ്വാസം. ചേട്ടാ, എങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ആശ്വാസമായില്ലേ? തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വാഴത്തോട്ടത്തിൽ കണ്ട കടുവ 4 പശുക്കളെ കൊന്നിട്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. എന്തായാലും അത് ആശ്വാസകരമാണ്. എല്ലാവർക്കും ഭീതി ഒഴിഞ്ഞ ഒരു ആശ്വാസത്തിലാണുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ആ വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരെല്ലാം ഭീതിയായിരുന്നു. എല്ലാവരും വാതിലടച്ച് വീടിന് ഉള്ളിലായിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ മോചനമായിരിക്കുന്നത്. എന്തായാലും ഇതിനെ മനുഷ്യവാസം കുറവുള്ള ദൂരെ കാട്ടിലെവിടെയെങ്കിലും കൊണ്ടുപോയായിരിക്കും ആക്കുമെന്ന് ഒരു പ്രത്യാശിച്ചുകൊണ്ട് സമാധാനം. കടുവേനെ തുറന്നുവിടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പല്ല് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ആശ്വാസകരമല്ലേ? 3 ദിവസമായി ഉറക്കം വളച്ചിരുന്ന ജനങ്ങൾക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും വീടുകളിലേക്ക് പോകുന്നത്. എന്തായാലും കടുവയെ തുറന്നു വിടുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചത് തുറന്നു വിടാനുള്ള സാധ്യതയില്ല. കടുവയുടെ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇര തേടാൻ ആകാത്തത് കൊണ്ടാണ് ഈ കടുവ നാട്ടിലിറങ്ങിയത്. അത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതെന്തായാലും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തായാലും വനത്തിലേക്ക് തുറന്നു വിടുന്ന കാര്യം വനംവകുപ്പ് ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേണിച്ചിറയിലെ ആളുകൾക്ക് ഇന്ന് സമാധാനമായി കിടന്നുറങ്ങാം. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.